അപ്പൊ ഗായ്സ് നമുക്ക് ടെമോന്നൊരു ഓർഡർ വന്നിട്ടുണ്ട്, നമുക്കത് പൊട്ടിച്ച് നോക്കാം. എന്തോ ആയിരിക്കും? പൊതിക്കാത്ത വേറൊരു പൊതിയോ? എന്താണ് ആ പൊതി? അയ്യോ അതിനകത്തൊന്നുണ്ട് കേട്ടോ. ഓഹരിത്തരം കാണിക്കുന്നത് അതിലുണ്ട് കേട്ടോ. എണ്ണല്ലേന്ന് വിചാരിച്ചിട്ടാ, അല്ലെങ്കിൽ ഒരു എണ്ണം കിട്ടുന്നുണ്ടല്ലോ. ആ ഈ പൊതിക്കകത്ത് അപ്പൊ ഓപ്പൺ ചെയ്തോ. ഇതാണ് ക്യാപ്പ്. ഇങ്ങനെ ഇരിക്കുന്നു. ഞാൻ സർപ്രൈസ് ആയിട്ട് ഓർഡർ ചെയ്ത ക്യാപ്പാ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. എന്തുവാ? വേറെ നിവർത്തിയില്ലെന്നോ? അതിനെ കാണാൻ കൊള്ളില്ല. ബുദ്ധിയുണ്ടോ? ഇല്ല. ഒരല്പം ബോധമുണ്ടോ? ഇല്ല. ഈ ഒരു മരക്കിറങ്ങി. ഇതാണ് തപ്പിസാർ. കറക്റ്റ് ആണോ? എനിക്കറിയാം, നീ നമുക്ക്. കറക്റ്റ്, നല്ല ഏരുന്നുണ്ട്. പക്ഷെ ബ്രൂട്ടീഷൻ മാത്രം ഞാൻ ചെയ്യാറില്ല, ഇതുവരെയും ചെയ്തിട്ടില്ല. കാരണം ജനിച്ചപ്പോ കാരണന്മാർക്ക് നല്ല ഭംഗിയുണ്ട്, കോലമുണ്ട്. അതിനകത്ത് ഇത് മാത്രമേ ഉള്ളൂ, നീ അടുത്തില്ല. ഇതിന്റെ ഓരോ പൊതിക്കകത്ത് ഓരോ. അപ്പൊ നമുക്ക് അടുത്തത് പൊട്ടിച്ച് നോക്കാം. അപ്പൊ ഗൈസ് നമുക്ക് അടുത്ത പാക്കറ്റിൽ എന്താണെന്ന് നോക്കാം. ഇതൊക്കെ എന്തൊക്കെയാണ്? എന്റെ ഷൂസ്. ബോക്സാണ്. ഇത് ജീൻസ്. ഓക്കെ. ഇത് ചെരുപ്പ്. ഷൂസ്. ഇതാണ് ക്രോക്സിന്റെ അനിയൻ. ക്രോക്സിന്റെ ഡ്യൂപ്പ്. ഇതെന്താ? ഷാള്. ഷാള്. പിന്നെ ഒരു 4. ഇതെന്ത് വെപ്പതാണ്? ഇത് നെയിൽസ് ആണ് ഗൈസ്. കണ്ടോ, ഇങ്ങനെ നമ്മൾ ഒട്ടിച്ച് വെക്കുന്ന നെയിൽസ്. ഇതൊരു 4 ടീഷർട്ടുണ്ട്. ഗൈസ് ഞാൻ എൻ്റെ ഫ്രണ്ടിനൊരു സർപ്രൈസ് കൊണ്ടുവന്നിട്ടുണ്ട്. കൊടുക്കാം നമുക്ക്. സർപ്രൈസാണ്. എൻ്റെ ഫ്രണ്ടിന് കൊടുക്കുമ്പോൾ എക്സ്പ്രഷൻ കാണാം. ഹായ് ഡോക്ടർ, ഹൗ ആർ യു? ചേച്ചി ഒരു സർപ്രൈസ് ഉണ്ട്. എനിക്കറിയാവുന്നിടത്തോളം ഇദ്ദേഹം വളരെ ഡീസന്റും മാന്യനും വിനയകുനേനുമാണ്. സർപ്രൈസാ. ഓപ്പൺ ചെയ്, ഓപ്പൺ ചെയ്. നാണിക്കാതെ അങ്ങോട്ട് ഓപ്പൺ ചെയ്. നോക്കട്ടെ, മുഖം കാണുന്നില്ല. കണ്ട കേസ് നാണാണ് കേട്ടോ. ഒന്നുമില്ലാത്ത അശോകനെ എന്തെങ്കിലുമൊക്കെ ആക്കി തീർത്ത ബാലചന്ദ്രൻ, എന്റെ പ്രിയപ്പെട്ട. അറിയില്ല ഞാൻ നേരത്തെ വാങ്ങിയ കാര്യം. അറിയാതെ ഇത് കൊടുത്തപ്പോ അങ്ങ് നാണം. ഇട്ടോണ്ട് വാ പോയി, യൂണിഫോം മാറ്റിട്ട്. അതും കൊണ്ട് ഇതിലേക്കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുക. സ്കൂളിൽ പഠിക്കുമ്പോ ഡാൻസിനും പാട്ടിനും ഒക്കെ ഞാൻ മിടുക്കിയായിരുന്നു. സമൂഹ ഗാനം വരെ ഞാൻ ഒറ്റയ്ക്ക് പാടിയിട്ടുണ്ട്. അന്ന് എന്നെ സിനിമയിൽ അഭിനയിക്കാൻ വിളിച്ചതാ. അന്ന് ഇതുപോലെ തടിയൊന്നും ഇല്ലായിരുന്നു. സീലിംഗ് ബ്യൂട്ടിന്നാ അന്ന് എന്നെ എല്ലാരും വിളിച്ചിരുന്നത്.